ഫെയർനെസ് ക്രീമുകൾ കിഡ്നിക്ക് എത്രത്തോളം സേഫാണ്? ഈയിടെ ഒ പിയിൽ ഒരു 25-ൻ്റെയും 30-ൻ്റെയും ഇടയിൽ പ്രായമുള്ള ഒരു ഫെയർ ലുക്കിംഗ് ലേഡി വരികയുണ്ടായി. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസമായി കാലുകളിൽ നീര് വരികയും മൂത്രം അമിതമായി പതഞ്ഞു പോകുന്നതായും കാണപ്പെടുന്നു എന്നതാണ്. തുടർന്ന് പരിശോധനകൾ നടത്തിയതിൽ രക്തത്തിൽ ആൽബുമിൻ്റെ അളവ് വളരെ കുറവും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലും മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ അധികമായും കാണപ്പെട്ടു. തുടർന്ന് ഒരു കിഡ്നി ബയോപ്സി ചെയ്തതിൽ NEL1 പോസിറ്റീവ് മെംബ്രേനസ് നെഫ്രോപ്പതി എന്ന് ഡയഗ്നോസ് ചെയ്തു. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ദുബായിലുള്ള തൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതനുസരിച്ച് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നും വാങ്ങിയ ഒരു ഫേസ് ക്രീം കഴിഞ്ഞ 3 മാസമായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞത്. തുടർ പരിശോധനകളിൽ ആളുടെ രക്തവും മൂത്രവും പരിശോധിച്ചതിൽ മെർക്കുറിയുടെ കണ്ടന്റ് വളരെ അധികമായി കാണപ്പെട്ടു. ഈ ക്രീം വാങ്ങി നമ്മൾ പരിശോധിച്ചതിൽ ക്രീമിൽ സാധാരണയായി അലൗഡായിട്ടുള്ള 1 പാർട്സ് പെർ മില്യൺ അഥവാ 1 ppm മെർക്കുറി കണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ക്രീമിൽ നമ്മൾ 16,000 ppm മെർക്കുറി കണ്ടന്റ് ഡിറ്റക്ട് ചെയ്തു. എങ്ങനെയാണ് ഈ ക്രീം കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ഈ ക്രീമിലെ മെർക്കുറി രക്തത്തിൽ കലരുകയും ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആയി കിഡ്നിക്കുള്ളിലുള്ള ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന മെംബ്രെയിനിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അത് തുടർന്ന് കിഡ്നിയുടെ ഫിൽട്രേഷൻ ബാരിയർ നശിപ്പിക്കുകയും അതുവഴി യൂറിനിൽ പ്രോട്ടീൻ അമിതമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇത് സ്കിന്നിന് സേഫ് ആണോ? അല്ല. സ്കിന്നിലെ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന മെലാനിൻ എന്ന കറുത്ത പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുകയും താൽക്കാലികമായി ഒരു ഫെയർനെസ് കൊണ്ടുവന്നാലും സ്കിന്നിന് ലോങ് ടേം യൂസിൽ ഡാമേജ് ആണ് സംഭവിക്കുന്നത്.